അതിനുശേഷം ഇവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അവർക്ക് നോക്കാൻ പറ്റില്ല, അവരുടെ കാര്യങ്ങളൊന്നും നടക്കണില്ല, നിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കാൻ പറ്റില്ല, നിന്നെ വളർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ പിന്നെ എനിക്ക് വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് ഇവള് മരിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ കൊച്ചു പോയി ചാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി വിളിച്ചു കൊണ്ടുവരികയാണ്. വിളിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. 1 മാസം ഞാൻ വീട്ടിൽ നിർത്തി. കല്യാണം നടത്താനുള്ള ഇതുണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് സാമ്പത്തികമായിട്ട് അത്ര വലിയ പിടിപാടും നമുക്കത്ര കാര്യങ്ങൾ കാശൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിലാണ്. അപ്പോൾ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഒരു പെൺകൊച്ച് വന്ന് കയറുക, കല്യാണം നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ഞങ്ങൾ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഇവർ കൊണ്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കുള്ളൂ. മാൻ മിസ്സിങ്ങിൻ്റെ ഒരു സംഭവം എന്തായാലും വരും എന്ന് ഇവർക്ക് തോന്നിയതുകൊണ്ടാവാം ഇവർ കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ്. കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോൾ ഞാനാദ്യം പോയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു കടയിൽ അപ്പോൾ ജോലി ചെയ്യാറുണ്ട്. ആ കടയിൽ നിൽക്കുന്ന ടൈമിലാണ് ഇവരെന്നെ വിളിപ്പിക്കുന്നത്. വിളിപ്പിച്ചിട്ട് വരാൻ പറയുകയാണ്. അവരങ്ങനെ വിളിപ്പിച്ചപ്പോൾ പെട്ടെന്ന് ഓടിക്കയറി ശരിക്കും പറഞ്ഞൊരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലരുത്, അതെനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ നമ്മുടെ കൗൺസിലറെ വിളിച്ചു. വെച്ചിട്ടുണ്ടെങ്കിൽ വാർഡ് മെമ്പറെ വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലണത്. വാർഡ് മെമ്പറേയും കൂട്ടി അവിടെ ചെന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും അവിടെ ചെന്നു. പോലീസുകാർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങളോട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് അവർ ചോദിച്ചു. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് എഴുതി ഒപ്പിടിച്ചു. നിങ്ങൾ അപ്പോൾ തന്നെ പൊക്കോളാനും പറഞ്ഞു. അവരെ ഞങ്ങൾ പറഞ്ഞ് വീട്ടിൽ വിട്ടു. അതിന് ശേഷം 1 മാസം കഴിഞ്ഞായിരുന്നു ഞങ്ങളുടെ കല്യാണം. അങ്ങനെ അല്ലേ.